കേജ്രിവാൾ കടന്നാക്രമിച്ചു എന്ന ചോദ്യത്തിന് കടന്നാക്രമിച്ചു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ കൗശലത്തോടു കൂടിയുള്ള കടന്നാക്രമണം. ബി ജെ പിയെ തകർക്കാൻ പുറത്തുനിന്നുള്ള ശക്തികൾക്കല്ല, ബി ജെ പിക്ക് അകത്തെ അന്തർസംഘർഷങ്ങളാണ് ബി ജെ പിയെ ശിഥിലീകരിക്കുക എന്നൊരു വിലയിരുത്തലുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ചില പ്രതികരണങ്ങളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതിനകത്ത് നിലവിൽ അസംതൃപ്തി ഒന്നും കൂടി കൂട്ടുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങൾ ബുദ്ധിപൂർവ്വം പ്രയോഗിക്കുകയാണ് കേജ്രിവാൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 75 കഴിഞ്ഞാൽ മത്സരിക്കാൻ ബി ജെ പിയിൽ നേതാക്കൾക്കാവില്ല, അതാണല്ലോ ബി ജെ പിയുടെ നയം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെയും അവസ്ഥ, അവർ ഏത് ഘട്ടത്തിലാണ് പിന്തള്ളപ്പെട്ടത് എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് പറഞ്ഞു വരുന്നത്, പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എവിടെ എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ചോദ്യം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് മോദി. എന്തായാലും ആകില്ല, അദ്ദേഹത്തിന് അടുത്ത വർഷം 75 വയസ്സാകും. അപ്പോൾ അമിത്ഷായാകും ആ സ്ഥാനത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ അതിൽ നെറ്റിചുളിക്കുന്ന മറ്റു ചില നേതാക്കളുണ്ടാവും. യോഗി ആദിത്യനാഥ്, ബി ജെ പിയെ വസുന്ധര രാജ സിന്ധ്യ, ശിവരാജ് സിംഗ് ചൗഹാൻ, രമൺ സിംഗ്, ഇവരുടെ രാഷ്ട്രീയ ജീവിതമൊക്കെ ഈ യോഗി ആദിത്യനാഥിന് വേണ്ടി ആയിരുന്നു അവരെ പിന്നാക്കം തള്ളിയത് എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അപ്പോൾ ആ യോഗി ആദിത്യനാഥ് അങ്ങനെ വളർന്നു വരുമ്പോൾ മോദിക്ക് മുകളിലേക്ക് കടക്കുമോ എന്നുള്ള ആശങ്ക മോദിക്കുണ്ട് എന്നും യോഗി ആദിത്യനാഥും മോദിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള സൂചനകൾക്ക് നേരത്തെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അധികാരത്തിൽ വരികയാണെങ്കിൽ 2 മാസത്തിനുള്ളിൽ യോഗി ആദിത്യനാഥിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നാണ് പറയുന്നത്. നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ള ഒരുപാട് വാർത്തകളുണ്ട്. അവിടുത്തെ ചീഫ് സെക്രട്ടറി അടക്കം മോദിയുടെ ഇഷ്ടക്കാരനെ തന്നെയാണ് നിയോഗിച്ചത്. യോഗിക്ക് അതിൽ എതിർപ്പുണ്ടായിട്ടും എതിർപ്പ് വകവയ്ക്കാതെ, അതായത് യോഗി ആദിത്യനാഥ് അവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കൃത്യമായ വിവരങ്ങൾ നേരിട്ട് മോദിയിലേക്ക് എത്തണം. അവിടെ മോദിയെ കടന്നുകൊണ്ടുള്ള എന്തെങ്കിലും നടപടികളിലേക്ക് പാർട്ടി നേതൃത്വത്തിലേക്ക് കൂടുതൽ ഉയരാനുള്ള സാധ്യത അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്, ആശങ്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ അവിടെ മോദി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, മോദി ഇനി അധികാരത്തിൽ വന്നാൽ അടുത്തത് ഇനി യോഗി ആദിത്യനാഥിലേക്ക് ആയിരിക്കും പോവുക എന്നുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ ബി ജെ പിക്ക് അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹം പ്രതികരിച്ചത്. മദ്യനയത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ, മദ്യനയ കേസിനെ കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് തൻ്റെ റോൾ പറയരുതെന്നാണ് കോടതി പറഞ്ഞത്. അതല്ലാത്ത കാര്യങ്ങൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറയുന്നു, മോദി അധികാരത്തിൽ വന്നാൽ മുഴുവൻ പ്രതിപക്ഷ നേതാക്കളും, ഓരോ നേതാക്കളുടെയും പേരെടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ പിണറായി വിജയൻ്റെ, കേരള മുഖ്യമന്ത്രിയുടെ അടക്കം പേര് പറഞ്ഞു. മുഴുവൻ പ്രതിപക്ഷ നേതാക്കളെയും അകത്തേക്ക് ജയിലിലേക്ക് ഇടാനുള്ള ശ്രമമാണ് നടത്തുക. അതുകൊണ്ട് അതിനെ തടയേണ്ടതുണ്ട്. അതിന് 140 കോടി ജനങ്ങൾ എനിക്ക് പിന്തുണ നൽകണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രത്യേകതരം കോമ്പിനേഷനാണ് കേജ്രിവാൾ അല്ലെങ്കിൽ ആപ്പ് എന്ന പാർട്ടി എന്ന് പറയേണ്ടി വരും. അത് ഈ പറയുന്ന ഹിന്ദു വോട്ടുകളിലേക്ക് കടന്നു കയറുന്ന രീതിയിൽ ഹനുമാൻ ചാലിസ ചൊല്ലിക്കൊണ്ട് ഇന്ന് വാർത്താ സമ്മേളനം തുടങ്ങുന്നു. അതിനു മുമ്പ് അദ്ദേഹം ക്ഷേത്ര സന്ദർശനം നടത്തുന്നു. ഇടയ്ക്കിടയ്ക്ക് ഹനുമാൻ സ്വാമിക്ക് അദ്ദേഹം നന്ദി പറയുന്നു. ക്ഷേത്രത്തിലേക്ക് അണികൾ കൂടി വരേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ ആ രൂപത്തിൽ ഇന്ന് കണ്ടത് വാർത്താ സമ്മേളനം എന്നതിലപ്പുറം അതൊരു റാലിയായി മാറിയിരിക്കുന്നു എന്ന് അതിനു മുന്നേ പ്രസംഗിച്ച പഞ്ചാബ് മുഖ്യമന്ത്രി തന്നെയാണ് പറയുന്നത്. ഇതൊരു വാർത്താ സമ്മേളനത്തിന് എന്നതിലപ്പുറത്തേക്ക് മാറിയിരിക്കുന്നു. വലിയ കയ്യടിയും വലിയ ഹർഷാരവും നമ്മൾ ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ കണ്ടതാണ്. അപ്പോൾ ഒരു വലിയ ആവേശം ആ രൂപത്തിൽ ഉണ്ടാക്കാൻ കേജ്രിവാളിന് സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ബി ജെ പിയിൽ നിന്ന് നോക്കൂ, അമിത്ഷായുടെ പ്രതികരണം കേജ്രിവാളിന് പെട്ടെന്ന് മറുപടി പറയുകയാണ്, അല്ലേ? നേരിട്ട് മറുപടി പറയുന്നു. ഇതുവരെ മറ്റു പ്രതിപക്ഷത്തെ നേതാക്കൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി നേരിട്ട് അപ്പോൾ തന്നെ മറുപടി കൊടുക്കുകയാണ്. രാജ്നാഥ് സിംഗിന്റെയും പ്രതികരണം അതെ, അപ്പോൾ തന്നെ പറയുകയാണ്, ഇല്ല, മോദി തന്നെയാണ് അടുത്ത പ്രധാനമന്ത്രി, ആ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? മോദിയുടെ ഗ്യാരണ്ടി അല്ല ഇനി നടക്കാൻ പോകുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെയല്ല എന്ന അടുത്ത ഘട്ടത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർമാരോടാണ് പറയുന്നത്. ആശയക്കുഴപ്പമുണ്ട്. ആ ആശയക്കുഴപ്പം പെട്ടെന്ന് പരിഹരിക്കാനുള്ള ശ്രമമാണ് അമിത്ഷായുടെ ഭാഗത്തുണ്ടായത്. അതുപോലെ തന്നെ മറ്റൊരു കൗതുകരമായ കാര്യം, ഇപ്പോൾ സുപ്രീം കോടതി ഇങ്ങോട്ട് വരാത്ത ഒരു ഹർജിയിന്മേലാണ് തീരുമാനമെടുത്തത്, അല്ലേ? ഇങ്ങോട്ട് വരാത്ത ഒരു ഹർജിയിൽ ഈ നേതാവ് പുറത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങേണ്ടതുണ്ട്. അതാണ് ജനാധിപത്യത്തിൻ്റെ ഭംഗി എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും അതിന്മേൽ തീരുമാനമെടുക്കുകയും ചെയ്യുകയാണ്. അത് അത്ര മനോഹരമായൊരു വിധിയായി തന്നെ ഇന്നലത്തെ വിധിയെ കാണേണ്ടി വരും. ആ വിധി എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നു ബി ജെ പി എന്നുള്ളതാണ്. അപ്പോൾ ജുഡീഷ്യറിയെ കടന്നാക്രമിച്ചുള്ള പ്രതികരണങ്ങൾ തന്നെ ഇന്ന് ബി ജെ പിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഇന്ന് വിനയ് സഹസ്രബുദ്ധിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. തിരഞ്ഞെടുപ്പിനിടെ ഒരു പക്ഷം പിടിച്ചുകൊണ്ട് ജഡ്ജിമാരും ഭാഗമാകുന്നു എന്നൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച നടത്തുമ്പോഴും ബി ജെ പി പ്രതിനിധി ആ രൂപത്തിൽ തന്നെയാണ്, ജുഡീഷ്യറി ആ രൂപത്തിലേക്ക് പോകുന്നു, ഒരു ഭാഗം പിടിച്ചുകൊണ്ട്. പല ഘട്ടങ്ങളിലായി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന വിധികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണത്. കേന്ദ്രത്തിന് നല്ല തിരിച്ചടിയാകുന്ന തീരുമാനങ്ങളാണ് ഇപ്പോൾ കേജ്രിവാൾ ഇറങ്ങിയത്.
ആ തരത്തിലൊരു തിരിച്ചടിയായിരിക്കുന്നു. മർമ്മത്തിലടിച്ചുകൊണ്ടുള്ള പ്രതികരണത്തിലേക്ക് കേജ്രിവാളിന് പോകാനാകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. അദ്ദേഹം UP ആണ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്, ഡൽഹിയുമൊന്നുമല്ല, UP ആണ്. അപ്പോൾ UP-യിലേക്ക് അദ്ദേഹം വരുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ്. അപ്പോൾ UP-യിൽ പ്രചാരണം നടത്തുമായിരിക്കും, ഇന്ത്യയിൽ എങ്ങും അദ്ദേഹം പ്രചാരണം നടത്തും. ആ പ്രചാരണത്തിന് മുഴുവൻ പ്രതിപക്ഷ നേതാക്കളും ഒരുമിച്ചുണ്ടാകും. ഇനി ഈ ഏകാധിപതിയായ മോദി ഇനി അധികാരത്തിൽ വരേണ്ടതില്ല എന്ന് രാഹുൽ ഗാന്ധിയും കേജ്രിവാളും ഒരേ സ്വരത്തിൽ പറയുന്നു. ഒരേ സ്വരത്തിൽ പറയുന്നതിനപ്പുറം ഒരുമിച്ചുള്ള പ്രചാരണത്തിലേക്ക് ഇനി വരുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ട ദൃശ്യം. ഏതായാലും ഹനുമാൻ സ്വാമിക്ക് നന്ദി പറഞ്ഞ് ക്ഷേത്രത്തിൽ അണികളെ ക്ഷണിച്ച് അതോടൊപ്പം അംബേദ്കറെയും ഭഗത് സിംഗിനെയും സ്മരിച്ചുകൊണ്ട് അവരുടെ ചിത്രങ്ങൾ വാർത്താസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അംബേദ്കറുടെ സ്വപ്നം നടപ്പാക്കുന്ന നേതാവാണ് താൻ പറയുന്നു. എന്താണ് ബാബാ സാഹിബ് തേര അധൂര സപ്ന കേജ്രിവാൾ കരേഗ പൂര എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ഹനുമാൻ ചാലിസ ചൊല്ലുന്നു. ഈ തരത്തിലൊരു പ്രത്യേക കോമ്പിനേഷൻ, ആ കോമ്പിനേഷന് കൃത്യമായ ആ രൂപത്തിൽ തന്നെ, അതായത് BJP-യുടെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നതുകൊണ്ട് അതിനൊരു മറുപടി പറയാൻ BJP-ക്ക് പലപ്പോഴും കഴിയുന്നില്ല. അതാണ് ഈ നോട്ടിൽ ദൈവങ്ങളുടെ പടം വേണമെന്നുള്ള ആവശ്യം അദ്ദേഹം പറയുമ്പോഴും ഇന്തോനേഷ്യയിലൊക്കെ അത് നടപ്പാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴും അതിനെ എതിർക്കാൻ BJP-ക്ക് സാധിക്കുന്നില്ല. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അതേ നയവുമായി വരുന്നവരെ എങ്ങനെ ആക്രമിക്കണം എന്നറിയാത്തൊരവസ്ഥ. അങ്ങനെയാണ് കേജ്രിവാളിനെ ജയിലിലേക്ക് അയക്കാനുള്ള തീരുമാനമുണ്ടായത്. അത് സുപ്രീം കോടതി ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്തു എന്നും കാണുന്നതാണ്. ഈ 6ാം ഘട്ടം എന്ന് പറയുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പ് 6ാം ഘട്ടത്തിൽ, അതിന് 15 ദിവസമുണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. മെയ് 25-ന്. അപ്പോൾ 21 ദിവസം എന്നുള്ളത് അദ്ദേഹം ഈ രാജ്യത്തെങ്ങും ആ രൂപത്തിൽ ആഞ്ഞടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം എന്ന് മാത്രമല്ല, മുഴുവൻ പ്രതിപക്ഷം ആ രൂപത്തിൽ വരും. അപ്പോൾ ഒരു കടന്നാക്രമണം തന്നെയാണ് കേജ്രിവാൾ നടത്തിയിരിക്കുന്നത്. ആ കടന്നാക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ BJP ആകെ കൂടെ ആശങ്കപ്പെടുന്ന, വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.